അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. മഹാന്മാരായ ആളുകളിൽ നിന്ന് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇദസ്തഅജൽത ഫീ സ്വലാത്തിക, നീ നിൻ്റെ നമസ്കാരത്തിൽ വേഗത കൂട്ടുകയാണ് എങ്കിൽ, ധൃതി കൂട്ടുകയാണ് എങ്കിൽ, ഫതദക്കർ, അപ്പോൾ നീ മനസ്സിലാക്കണം, അന്നമാ തുരീദു ലിഹാഖഹു, നീ എന്തൊന്നാണോ നിന്നിലേക്ക് വന്നു ചേരണമെന്ന് ആഗ്രഹിക്കുന്നത്, നീ വേഗത്തിൽ നമസ്കരിച്ച് തീർത്തുകൊണ്ട് ഉടൻ നമസ്കാര സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് ഓടുമ്പോൾ, അതല്ലെങ്കിൽ നീ നമസ്കരിക്കുന്ന ആ ഓരോ കാര്യങ്ങളും അതിൽ പറയുന്ന ഓരോന്നും, ഖുർആൻ പാരായണമാകട്ടെ, അതേപോലെ തന്നെ റുക്കോഴ് സുജൂദുകളുടെ ദൈർഘ്യമാകട്ടെ, അതൊക്കെ തന്നെ നീ ചുരുക്കി വേഗത്തിൽ നമസ്കരിച്ച് തീർക്കുകയാണ് എങ്കിൽ, അതിലൂടെ നീ എന്താണ് നിന്നിലേക്ക് വന്നു ചേരണമെന്ന് ആഗ്രഹിക്കുന്നത്? വേഗത്തിൽ നമസ്കരിച്ച് പുറത്തു പോയിട്ട് എന്ത് കിട്ടണം എന്നാണ് നീ ആഗ്രഹിക്കുന്നത്? എന്തൊക്കെ നിന്നിലേക്ക് കിട്ടണം എന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അതേപോലെ ജമീഅമാ തഖ്ശ ഫവാതഹു, നീ എന്തൊക്കെയാണ് ആ സമയമാകുമ്പോഴേക്കും നഷ്ടപ്പെട്ടു പോകുമെന്ന് നീ വിചാരിക്കുന്നത്? ഞാനെങ്ങാനും സ്പീഡിൽ എൻ്റെ കടയിലേക്ക് ചെന്നില്ലെങ്കിൽ എൻ്റെ കച്ചവടം മോശമായി പോകും, കുറേ കസ്റ്റമേഴ്സ് എൻ്റെ അടുത്ത് നിന്ന് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, എനിക്ക് കുറേ പൈസ കിട്ടുന്നത് ഇല്ലാതെയാവാൻ വഴിയുണ്ട്, അല്ല എൻ്റെ കൃഷിക്ക് വളം ചേർക്കാനുണ്ട്, മണ്ണിടാനുണ്ട്, അതുപോലെ വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ട്, അത് ഞാൻ ഇപ്പോൾ പോയില്ലെങ്കിൽ അതിലെന്തൊക്കെയോ നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ നീ വേഗത്തിൽ നമസ്കരിച്ച് പോകുമ്പോൾ നീ എന്തൊക്കെ നിനക്ക് ലഭിക്കണം എന്നാണോ ആഗ്രഹിക്കുന്നത്? എന്തൊക്കെ ഈ പോക്കോട് നിനക്ക് കിട്ടുമെന്നാണോ നീ ആഗ്രഹിക്കുന്നത്? അതേപോലെ തന്നെ എന്തൊക്കെ നഷ്ടപ്പെട്ടു പോകും വേഗം പോയിട്ടില്ലെങ്കിൽ? അതുകൊണ്ട് പലതും നഷ്ടപ്പെടാതിരിക്കാനാണ് നിൻ്റെ പോക്കെങ്കിൽ, ആ പോക്ക് കൊണ്ട് നീ നഷ്ടപ്പെടാതെ ഇരിക്കണം എന്ന് വിചാരിക്കുന്ന മുഴുവൻ സംഗതികളും ഉണ്ടല്ലോ. അതുകൊണ്ടാണ് നീ ഓർക്കണം എന്ന് പറയുന്നത്. ഫതദക്കർ എന്ന് പറയുന്നത് നീ ഓർക്കണം. ബിയദി മൻ, ആരുടെ കയ്യിലാണോ ഈ പറഞ്ഞതെല്ലാം ഉള്ളത്, നിനക്ക് കിട്ടണമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെയും, നീ നഷ്ടപ്പെട്ടു പോകുമെന്ന് വിചാരിക്കുന്ന എല്ലാ സംഗതികളും ആരുടെ കയ്യിലാണോ ഉള്ളത്, ബിയദി മൻ, ആരുടെ കയ്യിലാണോ ഉള്ളത്, വഖഫ്ത അമാമഹു, അവൻ്റെ മുമ്പിലാണ് നീ നിൽക്കുന്നത്. ഈ ലോകവും ലോകത്തുള്ള സർവ്വചരാചരങ്ങളും ആരാണോ നിയന്ത്രിക്കുന്നത്, ആരാണോ സൃഷ്ടിച്ചത്, ആരാണോ പരിപാലിക്കുന്നത്, അവൻ്റെ മുമ്പിലാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് നീ പറഞ്ഞ് കൈകെട്ടിക്കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. എല്ലാ സഹായം തേടുന്നതും തൊട്ട് മുമ്പിലുള്ള ഒരൊറ്റ ഏകനായ ആരാധ്യനോട് മാത്രമാണ്. ആ ആരാധ്യനാണ് നിൻ്റെ എല്ലാ കാര്യങ്ങളും നിനക്ക് തരാൻ സാധിക്കുന്നത്, നിനക്ക് നഷ്ടപ്പെടുത്താൻ സാധിക്കുന്നത്. അവൻ്റെ മുമ്പിൽ നിന്ന് നമസ്കരിക്കുമ്പോൾ അത് വൃത്തിയോടുകൂടി സമയം വെച്ചുകൊണ്ട്, ആരാധനാ കർമ്മങ്ങൾ സൂക്ഷ്മത വെച്ചുകൊണ്ട് അത് ചെയ്യണം. അത് ചെയ്തു കഴിയുമ്പോൾ ഒരു ഊർജം നമ്മിലേക്ക് വരും. ഓരോ നമസ്കാരത്തിന് ശേഷം ഒരു ഊർജം വരും. അത് വരുത്താൻ വേണ്ടിയിട്ടാണ് സലാം വീട്ടി കഴിഞ്ഞിട്ടും അവിടെ തന്നെ ഇരുന്നു കൊണ്ട് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. നമസ്കരിച്ച് കഴിഞ്ഞ ഉടനെ അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് 3 പ്രാവശ്യം ചൊല്ലുന്നത്. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അത് നമുക്ക് ഇരുന്ന് ചെല്ലാം, നടന്നു ചെല്ലാം, കടയിലോ മറ്റോ പോയിട്ട് അവിടെ നിന്ന് ചെല്ലാം, രാത്രിയിൽ കിടന്ന് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ചെല്ലാം, ഏത് സമയത്തും ചെല്ലാം. പക്ഷേ അത് ചൊല്ലിയിട്ട് നമ്മിലേക്ക് ഈ ഊർജം വരുത്താൻ നമുക്ക് സാധിക്കണം. നമുക്ക് നഷ്ടപ്പെട്ടു പോയ അള്ളാഹിനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും ഓർമ്മകൾ, വേണ്ടത്ര ആയില്ല എന്ന് തോന്നുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഓരോ നമസ്കാരത്തിലൂടെയും നേടിയെടുക്കാൻ സാധിക്കണം. അതിനെന്താണ് നാം നമസ്കാരത്തെ പറയുന്നതിനെ സംബന്ധിച്ചൊരു ഓർമ്മ നമുക്കുണ്ടാകണം. സമയമെടുത്തുകൊണ്ട് നിർവഹിക്കാൻ സാധിക്കണം. റുക്കോയും സുജൂദുമൊക്കെ
എത്രയാണോ അതിന് വെക്കേണ്ട സമയം ആ സമയം ഉപയോഗിച്ചുകൊണ്ട് ചെയ്ത് അതിനെ പൂർണ്ണതയിൽ എത്തിച്ചാൽ മാത്രമേ ഈ കാര്യങ്ങൾ കൊണ്ട് കിട്ടേണ്ടത് കിട്ടൂ. അതുകൊണ്ട് ഇതെല്ലാം നൽകാൻ കരുത്തുറ്റവനാണ് എൻ്റെ മുമ്പിലുള്ളത് എന്ന് വിചാരിച്ചുകൊണ്ട് വേണം നമസ്കരിക്കാൻ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ നേർവഴിയിലാക്കി തരട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.